നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മിഹിർ മോഹൻ. ഞാൻ കൺസൾട്ടന്റ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. തൈറോയിഡ് കഴുത്തിന്റെ മുൻവശത്ത് സ്ഥിരീകരിക്കുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ്. ഈ ഗ്ലാൻഡിൽ വരാവുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണ രണ്ട് തരത്തിലാണ്. ഒന്ന് ഹോർമോൺ പ്രൊഡക്ഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകളും മറ്റത് തൈറോയിഡിലെ മുഴകൾ വരുന്നതാണ്. തൈറോയിഡിലെ ഹോർമോൺ റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി മരുന്നുകൾ മതിയാവും. അതേസമയത്ത് തന്നെ തൈറോയിഡിൽ വരുന്ന മുഴകൾക്ക് എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ തന്നെ പറ്റും. തൈറോയിഡിൽ വരുന്ന മുഴകൾക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് 3 തരം ടെസ്റ്റ് ആണ്. ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, അത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ കുത്തിപ്പരിശോധനയാണ്. തൈറോയിഡിലെ മുഴകൾ ഇപ്പം 1 സെന്റിമീറ്ററിന് താഴെയുള്ള മുഴകളോ അല്ലെങ്കിൽ കുത്തിപ്പരിശോധനയുടെ ബുദ്ധിമുട്ടില്ലാത്ത മുഴകളാണെങ്കിൽ യൂഷ്വലി നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് അതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് യൂഷ്വലി എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്താ വെച്ചാൽ ശബ്ദത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഈ മുഴയുടെ സൈസ് കൂടുക, അല്ലെങ്കിൽ വേറെ പുതിയ മുഴകൾ വരാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തടസ്സം തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസം മുട്ട് വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി തൈറോയിഡിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്.